പ്രായശ്ചിത്തമെടുത്ത് പിതൃവിനെ പ്രവർത്തിച്ച് പീഠത്തിലിട്ട ശേഷം പവിത്രമോതിരം വലതുകൈയുടെ മോതിരവിരലിൽ അണിയുക. ഓം മമ മനഃപൂർവ്വം വെള്ളത്തിലിറങ്ങി കുഴി നനച്ചിട്ട് വെള്ളത്തിൽ ചേരാനുള്ള പരിപാടിയായിരുന്നു എന്ന് പറയുന്നത്. കുട്ടനെ കാണിക്കണം, കുട്ടൻ വീഡിയോ കാണുന്നത് ഇന്നലെ കണ്ടായിരുന്നു. നിന്നോടൊക്കെ പറഞ്ഞ കേൾക്കത്തില്ല, എന്നോട് പറഞ്ഞ കേൾക്കത്തില്ല. വട്ടായി പറഞ്ഞ കേൾക്കത്തില്ല, നിന്നോടൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. വഴി വന്നിരിക്കരുതെന്ന് പറഞ്ഞിരുന്നേ. അവര് വന്നില്ല, വരുന്നുണ്ട് പുറകെ. ചായ കൊടുക്കാനാണോ? നീ കുടിച്ചോ? പിന്നെ കുടിച്ചോ? നിനക്കെന്നാ പറ്റടി? ആറ്റിന്ന് വല്ലതും കൂടി വന്നിട്ട് കൂടെ? ആറ്റിന്ന് ഇത് നോക്ക്, വെള്ളം നനയ്ക്കുന്നുണ്ടോ? മനഃപൂർവ്വം പോയി അവിടെ പോയി ഇതുണ്ടോ? ഊരണ്ട ഊരണ്ട ഇവിടെ ഇറങ്ങുന്നതല്ലേ? ഇവളോട് അവിടം വരെ വന്നോളാൻ പറഞ്ഞായിരുന്നു. അങ്ങ് അത് പോരാൻ വേണ്ടി കുളിക്കുന്നത്. ഞാൻ വരാമെന്ന് എല്ലാം കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു ഇവിടെ ആദ്യത്തെ ദിവസം. നീ കുളിക്കാതെ നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ആദ്യം കുളിക്കുന്നത് ഇവിടെ. 6 മണിയാകുമ്പോൾ കുളിക്കുന്നവളാ. സുന്ദരി മാല അവിടെ ഉണ്ട്, അകത്തുണ്ട്. ഇത് അടുക്കള.
കൂറി ഇതാട്ടെ തേങ്ങ നോക്കട്ടെ. പോയി ചേർത്തില്ല. ഒരു കാണിച്ചാപ്പാ പുതിയ ഷൂ പിടിച്ചതാ. പുതിയ ഷൂ ആണെന്നൊരു പിന്നെ വെക്കുക. പുതിയ ഷൂ ഇട്ട് സ്കൂളിൽ പോകുമ്പോ പുതിയ ഷൂ ഒന്നും വേണ്ട. ഇതന്നെ തിന്ന് ഒരു കഴിച്ചു. ബ്ലാക്ക് ഷൂ, കൊച്ചച്ഛനെ പോലത്തെ ഷൂ. കൊച്ചച്ഛൻ്റെ പോലത്തെ ഷൂവോ? ബ്ലാക്ക് അമ്മേ ഇതാണ് നിന്റെ മുഖത്ത് മൊത്തം എണ്ണ. എന്നാന്ന് ചോദിച്ചിട്ട് തീർന്ന് പറയാൻ പറ്റില്ല. സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ വരേണ്ടി വരും. നിങ്ങളൊക്കെ കുളിക്കത്തില്ലെന്നായി. അത് കണ്ടു നോക്കാം. പിന്നെ വിളിച്ചിരിക്കുന്നേ എന്തോ പണി ഒപ്പിച്ചു. എന്നും പോകാണോ? ശ്യാമളാൻ്റെ അടുത്തത് സങ്കടമില്ലായിരുന്നു. തീർന്നിട്ട് കുറച്ച് ഭാഗം മാത്രം കോൺക്രീറ്റ് ഇല്ലാതെ കിടപ്പില്ലേ? നാളത്തെ കഴിഞ്ഞ് ചേട്ടോടെ താടി പുളിയെല്ലാം വെട്ടി മുട്ടയടിഞ്ഞിരിക്കുകയാണ്. ഞാൻ കാറ് കയറാറില്ല. ചേട്ടനൊന്ന് പറയും. ഫോം ബിസിനസ്സുകാരാണ്. അപ്പോൾ ഈ സോഫയുടെ മെയിൻ സാധനം ഫോമാണ്. പിന്നെ സോഫ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ പണി കടകൾ. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്ക് അറിയാവുന്നതുകൊണ്ട് വന്ന് ചോദിച്ചു കൊടുക്കുന്നത്. ബോർഡോ കാര്യങ്ങളൊന്നും വേറെ സെയിലാണ്. ഇതാണ് പരിപാടി. അപ്പം ഇപ്പോൾ ഉടനെ വേണ്ടല്ലേ ഫംഗ്ഷൻ എന്നാൽ ഇപ്പോൾ 2 എണ്ണം ഇവിടെ സ്റ്റോക്ക് കിടപ്പുള്ളൂ. അതിനാണ് ഞാൻ കാണിക്കാം. കൂട്ടാണല്ലോ എന്തേ കൂട്ടാണല്ലോ. ഇന്നിരിക്കേ അത് റെക്രോൾ മോഡലാണ്. റെക്രോൾ ഇത് വെള്ളം വീണാൽ തുടച്ച് കളയാം. ലെവറേറ്റ് റെക്സിനേസാണ് ഇതിൻ്റെ. ഈ സോഫ ഉണ്ടാക്കുന്നതിൽ ഈ ഓൺലൈനിൽ കാണും 15 രൂപ 12 രൂപ മുതൽ. നമ്മൾ നല്ല രീതി ഉണ്ടാക്കണേ വ്യത്യാസം വരും. എൻ്റെ ഇതെല്ലാം കൂടി ഇതെല്ലാം കൂടുതലാണ്. കൂടുതൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് എൻ്റെ അപ്പോൾ ഡേറ്റില്ല. നേരത്തെ പറയുകയാണെങ്കിൽ ഇത് കസ്റ്റം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ആ അളവ് നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചെറിയൊരു കാരണം പറയാം. ഈ ഫോം ഉണ്ട്, ഇതൊന്ന് പിടിക്കാൻ. ഈ ഒരു ഷീറ്റ് ഫോമിന് 3500 പറയാം. ഈ ഒരു ഷീറ്റ് ഇപ്പോൾ സാധാരണ സോഫ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ആൾക്കാർ ഇതിനും കുറയാണ്. ഇതിനാണ് 1100. അപ്പം ഇതിപ്പം ഒരു 2.25 ഇഞ്ചാണ്. ഇത് 4 ഇഞ്ച് തീർത്തുള്ളത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം തുടങ്ങി. ഇതിന് 3500 ഇതിന് 1100. ഇതിട്ട് സോഫ ഉണ്ടാക്കും. ഇതിൽ കുറഞ്ഞ കിട്ടും ഉണ്ടാക്കും. പിന്നെ അത് കൂടാതെ ഈ ഫാക്ടറിന്ന് സെക്കൻഡ് എടുക്കും. ഈ ഫാക്ടറി സെക്കൻഡ് ചില ഉണ്ടാക്കി പൊട്ടലുണ്ടാവും, തേമ്പിയതുണ്ടാവും, അതിടും. അതാണ് കമ്പനി സോഫാക്കാരുണ്ടാക്കുന്നത് 90% പരിപാടിയില്ല. വേറെ വേറെ ഓർമ്മ അപ്പോൾ ഇതിനകത്തൊരു കിലോ പണം വരാനുണ്ട്. ഏതാ
ഫില്ല് ഓവർ വരാറുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഇത് അത്ര നല്ല സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതും പറയാം. മെറ്റീരിയൽ നല്ലതാണ്. പണിക്ക് തുണിയൊക്കെ ആണെങ്കിൽ 450 രൂപയുള്ള തുണിയാണ്. അത് തുണി നല്ലതാണ്. പക്ഷെ പണിയുടെ ഫിനിഷിങ് എനിക്കത്ര ഇഷ്ടപ്പെട്ടു. തുണി നല്ലതാണ്. ഇവിടെ പില്ലോ വരും. ആ പില്ലോ വരുമ്പോൾ നമുക്ക് ഇരിപ്പിന് സപ്പോർട്ട് കിട്ടും. ഇത് നോക്കി സ്കൂൾ ഞാൻ ഇപ്പോഴും അങ്ങനെ കാണുന്നത്. സ്റ്റാർട്ടിങ് 11,900 മുതൽ സിനിമയിലേക്ക് അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. സാധാ ഫോമെല്ലാം ആകുമ്പോഴത്തേക്ക് കുറഞ്ഞ റേറ്റ് കുറവാണ്. ഇപ്പോൾ സ്പ്രിങ്ങൊക്കെ ആകുമ്പോൾ റേറ്റ് അനുസരിച്ച് വരും. കാഞ്ഞിരപ്പള്ളി പള്ളി. കാഞ്ഞിരപ്പള്ളി പള്ളി എന്ന് പറയുന്നത് ഇതാണോ? വലിയ പള്ളി. വലിയ പള്ളി. പിന്നെ അക്കരപ്പള്ളിയാ ഉള്ളത്. ഈ ഇപ്പൊ കാണുന്നത് മഴയെങ്ങാണ്ടായിരുന്നു, അപ്പുറത്തെങ്ങാണ്ടായിരുന്നു. കോർണർ സിറ്റി ഉണ്ട്, ഒരു ട്രിപ്പിള് 2 സീറ്റും കൂടും. ഇതൊക്കെ നോക്കിയോ, ഇതൊക്കെ ഒരു 60-65 രൂപ റേഞ്ച് വരുന്ന. അത് 58, ഇത് 65. പിന്നെ ഇതുണ്ട് 50 രൂപ അടുത്ത് വരുന്നത്. ഇനി വേറെ മേലുണ്ട്, ഒരു 40-30 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. നമ്മുടെ ഒരു കാർഡൂടെ ഒരു കാർഡൂടെ ഇല്ല. ഇതാണ് അതിന് റെക്കോർഡാണ് പതിയെ പോവുക. ഓരോന്നിനും ചെയ്ത് അതായത് പ്രിന്റ് ആകുമെന്നില്ല. ഇതൊരു 50 രൂപ എടുത്താൽ 40 രൂപ 45.
ക്വാളിറ്റി വ്യത്യാസം പറയാം. അതെ അതെ പറയുള്ളൂ. സുജാത പോലും ഇല്ല. വേണ്ടതൊക്കെ പെറുക്കിക്കോണം കേട്ടോ. എടുത്തില്ല, ഇറങ്ങി പോകുന്ന വഴിയാണോ? ഞാൻ ചുമ്മാ കൂടെ പോയതാണ് നോക്കാൻ വേണ്ടിയിട്ട്. പോയപ്പം എനിക്കിവിടെ പട്ടിക്കും കോഴിക്കും ഒക്കെ തീറ്റ കൊടുക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങി. നിന്റെ നെറ്റി എന്നാ പറ്റിയാ? നെറ്റിക്കാനാ പറ്റി? ഇവളെന്നാ പറ്റി? എന്നാ പറ്റിയത്? വീണോ? കൊള്ളാം, താമസിച്ചു. പെട്ടെന്നെല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് പോകണം. പരിപാടിയെല്ലാം കഴിഞ്ഞു. കുറച്ച് തിരക്കായിപ്പോയി. സമയമില്ലാത്തതുകൊണ്ട് ശകലം ചൂടോടെ കൊടുത്തത്. അതുകൊണ്ട് മൊത്തം കഴിച്ചിട്ടില്ല, കയ്യെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെറിയ ചൂടുണ്ട്. തിരിച്ചു പോകാനിറങ്ങുമ്പോൾ എന്നും പാല് മേടിക്കാൻ മറന്നു പോകും. ഇന്നെങ്കിലും മേടിക്കണം.
ഞാനോ യെസ് എന്നാണ്ട് സുഖമാണോ? എന്നാ വലിയ പരിപാടിയാന്ന് തോന്നുന്നല്ലോ. ഇന്നിപ്പോൾ ചെന്നാൽ ഉടനെ തന്നെ കുളിച്ച് വിളക്ക് എത്തിക്കണം. അവിടെ പോയി നീ എന്നെ കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നീ ഓടിയേ? നീ എന്നത്തിന് ഓടിയതാ? പിന്നെ എന്നെ നീ കണ്ടില്ല ഇനി എവിടുന്ന്? ഞാനിപ്പോൾ അവിടെ നമ്മൾ തിരിഞ്ഞതേ ഉള്ളല്ലോ. അപ്പം എന്തിന് സോക്സ് മേടിച്ചിട്ടോ നിനക്ക്? അവൾക്ക് സോക്സ് മേടിച്ചെന്ന് പറഞ്ഞോ? അത് പറഞ്ഞാലേ അവൾ അലമ്പുണ്ടാക്കും, അല്ലേ കുഴപ്പമൊന്നുമില്ല. എന്നാടി ഷൂവോ? എവിടുന്ന് ഷൂ? നീ എന്നാടി ഇങ്ങനെ ഒരുമാതിരി പ്രാന്തിയെപ്പോലെ നിൽക്കുന്നത്? ഉറക്കമായിരുന്നോ? ഷൂ അല്ല, സോക്സ്. അത് മാറ്റി വെച്ചതേ ഉള്ളൂ, വന്നില്ലേ? ആ വന്നോ? കുറേ നേരമായി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ, എടുത്ത് കൊടുത്തറി. ഇത് പിടിച്ചേ. എടുത്ത് കാണിക്ക്. അപ്പുറത്ത് ആ മഞ്ഞ വെറുതെ അല്ല. പൊറോട്ട വെച്ചോ? എവിടുന്ന പൊറോട്ട വെച്ചേ? ഞാൻ കടയിൽ നിന്ന് ഇത് മേടിച്ചു. വീടല്ലേ കേട്ടോ. അപ്പ ചെയ്യുവോ? അപ്പേ അപ്പേ ചെയ്യുവോ? ചെയ്തില്ലല്ലോ. ചെയ്യാം. വീഴുമ്മേ ടൈല തെന്നു. പിന്നെ ഞാൻ തന്നെ അടിച്ചു വീണിട്ടോളാം. അപ്പേ ചെരുപ്പോ? കൊള്ളാം, സൂപ്പർ. ഇതുപോലത്തെ സാധനത്തെ വരാത്തേന്ന് വരും. ഞാൻ രാവിലെ വരാമേ. രാവിലെ 9 മണിയാണ് ശാന്തി വരും. അപ്പ സംഭവം 7 മണി 8 മണി 7 മണിയൊക്കെ ആയിരുന്നു വന്നായിരുന്നു. അപ്പ സംഭവം അപ്പ കച്ചച്ചനെ ആരോ വിളിച്ചു. അപ്പ വരുമെന്ന് പറഞ്ഞു. അമ്മ അപ്പുറത്ത് എന്തിനാണ് ചുമ്മാ അലമ്പുണ്ടാക്കുന്നത്? സ്കൂളിൽ കൊണ്ടുപോകണ്ട. കൊണ്ടുപോകണ്ടോ? എന്നാ വീട്ടിൽ തരുന്നില്ല. പോ
പുതിയത് കൊണ്ടുവന്നതാന്ന്. അപ്പ അപ്പ ഇത് ഇവിടെ എന്നിട്ട് ഇട്ടോണ്ട് പോകാനുള്ളതാ മതിയോ? പുതിയതായ ഒരെണ്ണം പോരാഞ്ഞിട്ടോ. ഒരെണ്ണം പോരാഞ്ഞിട്ടോ. യസ്യനാ കൽപനാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ ആരായുകിലന്തത്വമൊഴി കൊണ്ടുവരയാൻ കാരണം നാസ്തിയെങ്കിലും ചെവി പറയാ ദൈവമേ ജയ ദൈവമേ ദൈവമേ കരുണാകരാതവ കാരുണ്യം ചൊരിയണമേ സർവജീവന്റെ അധിപതിയായ സർവസാക്ഷിയാം ദൈവമേ സർവദുഃഖമകറ്റി ജീവനോ സർവശാന്തി വരുത്തണേ മാനുഷ ജന്മം മഞ്ഞിൽ ശ്രേഷ്ഠമെന്ന മരണം വരുമിനിയെന്നു നിനച്ചിക മരുക സതതം നാരായണ ജയ കാണുന്നു ചില പലതുമുപായം കാണുന്നില്ല മരിക്കുമിരെന്നും ഒരുവനുമുണ്ടോ നാരായണ ജയ കേൾക്കണമെഴുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജ സുഹൃതവുമെല്ലാം നീ പവാർത്തിക്കോ രാവിവൻ തോണി നിൻപദം എണ്ണി തൊട്ടെണ്ണം കൊല്ലൊടുങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ള നിന്നിലാസ്പന്ദമാകണം പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പേ പാപനാശം പോകുന്നതിന് കുഴപ്പമില്ല. പാപനാശം പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി നമ്മൾ ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലാണ് വരുന്നത്. അവിടെ വരുമ്പം പിന്നെ വല്ലപ്പോഴെങ്കിലും ഒന്ന് പോയി അവിടെ ഒരു നമസ്കാരം ഒന്ന് ഇതൊക്കെ കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആണ്ടിലൊന്ന് അയക്കുകയോ കൊടുത്തു വിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പാപനാശം അവിടെ കൊണ്ട് ഇരുത്തുന്നില്ല. നമ്മൾ ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തുല്യമായി. അവിടെ കൊണ്ട് ചേലാമറ്റത്തിരുത്താണോ? ചേലാമറ്റത്തിരുത്താനാണെങ്കിൽ പിന്നെ ഇതെല്ലാം അങ്ങോട്ടല്ലേ പോകുന്നത്. രണ്ടും കൂടെ അങ്ങനെ മാമന്റെ മോനാണോ? വിളക്കൊക്കെ നല്ല കൊറേ നാളായിട്ട് വെച്ചോട്ടെ. പിന്നെ തേടും അപ്പ